മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 2:7 നമുക്ക് ധ്യാനിക്കാം. ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സ് 7. നമ്മളിങ്ങനെയാണ് കാണുക: ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ആ ബോധ്യം എപ്പോഴും നമ്മൾ നിൽക്കണം. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അറേബ്യയിലെ പ്രശസ്തനായ രാജാവായിരുന്നു ഖലീഫ ഉമ്മർ. തന്റെ സുഖത്തേക്കാൾ പ്രജകളുടെ സൗഖ്യത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകിയിരുന്നത്. ഒരു ദിവസം ദരിദ്രനായ മനുഷ്യൻ ഖലീഫയെ കാണുവാൻ വന്നു. അയാൾ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും രാത്രിയായി. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് ഖലീഫയോട് സാമ്പത്തിക സഹായം വാങ്ങണമെന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾ ഖലീഫയുടെ മറുപടിക്ക് കാത്തുവന്നു. ഖലീഫ വാതിൽ തുറക്കുന്നത് നോക്കി വെളിയിൽ നിൽക്കുകയായിരുന്നു ആ സാധു. താൻ എത്രയോ സമയമായി ഈ വീടിന്റെ വരാന്തയിൽ നിൽക്കുന്നു, അദ്ദേഹത്തിന് വന്ന് വാതിൽ തുറക്കാൻ പാടില്ലേ? ആഗതൻ ശക്തിയോടെ വാതിൽ പിന്നെയും മുട്ടി. അപ്പോൾ അകത്തുനിന്ന് ഖലീഫയുടെ സ്നേഹമിശ്രണമായ സ്വരം അയാൾ കേട്ടു: ഒരു നിമിഷം കൂടെ നിൽക്കണേ സ്നേഹിത, ഞാനിതാ വന്നു. അല്പസമയത്തിനുള്ള നനഞ്ഞ വസ്ത്രങ്ങളോടെ ഖലീഫ വാതിൽ തുറന്നു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങളുടെ അഭിവാദ്യം കേട്ടപ്പോൾ എനിക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ആഗതൻ അമ്പരന്ന് ഖലീഫയെ നോക്കി. എന്റെ ഉടുതുണി അലക്കുകയായിരുന്നു ഭാര്യ. ആ സമയം ഞാൻ നഗ്നനായിരുന്നു, അതുകൊണ്ടാണ് വാതിൽ തുറക്കാൻ വൈകിയത്. ആഗതൻ നടുങ്ങിത്തെറിച്ചു. രാജാവായ ഖലീഫ ഉമറിന് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂന്നോ? എങ്കിൽ താൻ എത്ര സമ്പന്നനാണ്! അയാൾ സന്തോഷത്തോടെയാണ് തിരിച്ചുപോയത്. അതെ, എന്നെ ദരിദ്രനാക്കുന്നതും സമ്പത്തുള്ളവരാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.